നമസ്തേ. ഗ്രഹങ്ങളും രത്നങ്ങളും നിറഞ്ഞ രത്നശാസ്ത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രത്തിലേക്ക് സുസ്വാഗതം. നമസ്കാരം, സന്തോഷം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മീനരാശി, മീനലഗ്നത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. പക്ഷേ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകതകൾ ഒക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉൾപ്പെടുത്തി. നമ്മളൊരു ചാർട്ട്, ഒരു കുട്ടിയുടെ ഒരു ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയുണ്ടായി. 17 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആളുടെ ചാർട്ടിൽ വ്യാഴം നല്ലൊരു പൊസിഷനിലാണ് വ്യാഴം നിൽക്കുന്നത്. വൃശ്ചിക ലഗ്നക്കാരിയാണ്. വ്യാഴം നിൽക്കുന്നത് സെക്കൻഡ് ഹൗസ്, ധനുവിൽ രണ്ടാം ഭാവാധിപൻ വ്യാഴം. രണ്ടാം ഭാവാധിപന് 2-ൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ആ കുട്ടി ക്ഷേത്രകലകളും അതുപോലെ തന്നെ സോപാന സംഗീതം അങ്ങനെയുള്ള കലകളിൽ കലാപരമായിട്ട് ആ കുട്ടി ജില്ലാതലത്തിലും യുവജനോത്സവത്തിലൊക്കെ മുൻപന്തിയിൽ കയറി വരേണ്ട ഒരു കുട്ടിയാണ്. പെർഫോമൻസ് മുൻപന്തിയിൽ വന്നിട്ടുമുണ്ട്. പേരൊന്നും എടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, പേര് പറയാനും പാടില്ല. അപ്പോൾ ആ കുട്ടിയുടെ ചാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഹൗസ് എന്ന് പറയുന്ന ഒരാളുടെ സ്പീച്ച്, ഡെലിവറി, സംസാരം, ധനസ്ഥാനം, വിദ്യാസ്ഥാനം എല്ലാമാണ്. 2-ൽ വ്യാഴം നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു മോശമായി സംസാരിക്കാൻ പറ്റില്ല. അയാൾ ഗുരുവാണ്. കാരണം വ്യാഴം ഒരു ഗുരുവാണ്, ഗുരുസ്ഥാനമാണ്. ടീച്ചർ ലെവലാണ്, ഗുരുസ്ഥാനമാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ചാർട്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കലാകാരിയാണല്ലോ. ഇങ്ങനെയുള്ള കലാ പരിപാടികളാണ് നമ്മൾ ഇക്കാര്യം ചെയ്യുന്നത്. നാടകമൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ക്ഷേത്രകലയാണ്. ലഗ്നത്തിൽ ശുക്രനാണ് നിൽക്കുന്നത്. അപ്പോൾ കലാകാരിയായി. 2-ൽ വ്യാഴം നിൽക്കുന്നു. അപ്പോൾ ആ ശുക്രൻ കലയും 2-ലെ വ്യാഴം അതുമായിട്ട് ബന്ധപ്പെട്ട സംഗീത പരിപാടികൾ. കാരണം ഈ കുട്ടിക്കുള്ള ഒരു ഫ്യൂച്ചർ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഇതേ തന്നെ പോവുക, കൂടുതൽ പഠിക്കുക, കൂടുതൽ നല്ല നല്ല അധ്യാപകരുടെ കീഴിൽ നല്ല ശിക്ഷണം ലഭിച്ച് വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതുമായിട്ട് ആർട്സ് അങ്ങനത്തെ കോളേജുകളിലൊക്കെ, മ്യൂസിക് കോളേജിലും ഒക്കെ പഠിച്ച് പോയാൽ ഇതിൻ്റെ പ്രൊഫഷൻ അതാണ്. ഗുരുസ്ഥാനം. ഈ പഠിച്ചതെല്ലാം പഠിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതായത് സെക്കൻഡ് ഹൗസിൻ്റെ പ്രത്യേകത തന്നെ അതിൽ തന്നെ ഈ വ്യാഴം കൂടെ നിൽക്കുമ്പോൾ അതിലാളൊന്ന് എക്സൽ ചെയ്യും. ഇത് ഈ പെർഫോമൻസും ഗുരുസ്ഥാനം രണ്ടാണ്. നല്ലൊരു പെർഫോമർ നല്ലൊരു ഗുരുവായിരിക്കണമെന്നില്ല. നല്ലൊരു ഗുരു നല്ല പെർഫോമർ ആയിരിക്കണമെന്നില്ല. ഇപ്പം ഈ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വായിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. അതിൽ പലരും ഭയങ്കര പെർഫോമൻസാണ്. പക്ഷേ അവർക്ക് ഒരു ട്യൂഷൻ കൊടുക്കാനോ ആ കല പഠിപ്പിക്കാനോ വയലിനൊക്കെ വായിക്കുന്ന ആൾക്കാരുണ്ട്. അവർ നല്ല പെർഫോമറാണ് അവർ. പക്ഷെ അത് പഠനത്തിലേക്കത് ഒന്ന് മറ്റുള്ളവർക്കൊരു പകർന്നു കൊടുക്കാനുള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു കഴിവ് ചിലപ്പം അവിടെ കുറവായിരിക്കും. ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഇപ്പം പറഞ്ഞ ബാലഭാസ്കർ വയലിൻ ഭയങ്കര പെർഫോമറാണ്. പുള്ളിയുടെ പെർഫോമൻസിലാണ് ഭയങ്കരമായിട്ട് എനിക്കത് കറക്റ്റ് അറിയാം. പുള്ളിയുടെ ഓർക്കസ്ട്രയൊക്കെ ആയിട്ട് പുള്ളി അത്രയും സിങ്കാണ്. പുള്ളി എങ്ങനെയാണ് സ്റ്റേജിൽ അങ്ങ് നിറഞ്ഞു നിന്ന് വായിക്കുന്നതാണ്. അതുകൊണ്ട് ആൾക്കാർ മുഴുവൻ പുള്ളിയുടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പുള്ളി പോയി. പക്ഷെ പുള്ളി ഒരു വലിയ നല്ല ഗുരുവായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. പുള്ളിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളതായിട്ടൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ നല്ല പെർഫോമേഴ്സ് ഒരിക്കലും നല്ല ഗുരുക്കന്മാരായിരിക്കണമെന്നില്ല. നല്ല ഗുരുക്കന്മാർ നല്ല പെർഫോമേഴ്സും ആയിരിക്കണമെന്നില്ല. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല. അവൾ ഫോണിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ. കാണുന്ന അവസരത്തിൽ ഞാൻ പറയും, ഇത് തന്നെ പഠിപ്പിച്ച് ഇതിനകത്ത് നല്ല PhD പോലുള്ള സംഗതികളൊക്കെ ചെയ്തെടുത്ത് പഠിപ്പിക്കാൻ പറ്റും. ആ ഒരു വേറൊരു പ്രൊഫഷണൽ പോയി ഇത് ഷൈൻ ചെയ്യത്തില്ല ഒരിക്കലും. നമ്മുടെ ഹോബി നമ്മുടെ പ്രൊഫഷനായിട്ട് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലേ? അപ്പം ആ രീതിയിൽ ആൾക്ക് നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റുന്ന എക്സൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ചെറിയൊരു മൈനസ് പോയിന്റ് ഈ ചാർട്ടിലുണ്ട്. അത് മൈനസ് പോയിൻ്റായിട്ട് എടുക്കണ്ട. കാരണം പ്ലസ്സും മൈനസോടു കൂടിയാണ്. പെർഫെക്ഷനായിട്ടുള്ള ഒരാളും ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈശ്വര തുല്യരായിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഇപ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഈ പറയുന്ന എനിക്കും ഉല്ലാസിനും എല്ലാവർക്കും
ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പോൾ ഞാനിതെല്ലാം പറയുന്നു, ഞാനിതെല്ലാം നോക്കുന്നു, എനിക്ക് ഈ വക കാര്യങ്ങളിൽ കുറച്ച് വിവരം ഉണ്ടെന്നൊക്കെ വെച്ചിട്ട് എനിക്ക് വരാനുള്ള ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്തതെല്ലാം ഞാൻ അനുഭവിച്ച് തന്നെ തീരണം. ഇല്ലേ? അതിൽ നിന്ന് ഒഴിവുണ്ടോ? ഇല്ല. നമ്മളതിന് പരിഹാരങ്ങളായിട്ട് നമ്മൾ രത്നങ്ങൾ സജസ്റ്റ് ചെയ്തെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ചില പ്രശ്നങ്ങൾക്ക് എനിക്ക് രത്നങ്ങൾ യൂസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അത്ര ലോക്കാണ് പഴയ ബർത്തുമായിട്ട് കണക്റ്റഡായിട്ട് പോകുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്, യൂണിവേഴ്സ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. എപ്പോഴും നമ്മൾ താങ്ക്സ് യൂണിവേഴ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. താങ്ക്സ് യൂണിവേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഈ കുട്ടിയുടെ ചെറിയൊരു മൈനസ് പോയിൻ്റ്, പ്ലസ് പോയിൻ്റ് വ്യാഴത്തിൻ്റെ സെക്കൻഡ് ഹൗസിലുള്ള സ്വക്ഷേത്ര നിലനിൽപ്പ്. അതാണതിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ 10th ഹൗസ് എന്ന് പറയുന്ന കരിയറാണ്. അപ്പോൾ വൃശ്ചികത്തിൻ്റെ 10th ഹൗസ് എന്ന് പറയുമ്പോൾ അത് ചിങ്ങമാണ്. ചിങ്ങത്തിൻ്റെ അധിപൻ സൂര്യനാണ്. സൂര്യൻ പോയി 12th ഹൗസിൽ നീചപ്പെട്ടു പോയി. നീചാവസ്ഥ പൂർണ്ണമായിട്ട് അതിനകത്ത് വന്നിട്ടുമുണ്ട് എൻ്റെ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ 10ാം ഭാവാധിപൻ നീചത്തിൽ പോയി, അത് സൂര്യനായതുകൊണ്ട് പബ്ലിക് പെർഫോമൻസിലോട്ട് പോകുമ്പം പേടിയില്ലായിരുന്ന കുട്ടിയെ, പക്ഷെ പേടി ഉണ്ട്, ചെയ്യുമോ, സക്സസ് ആവുമോ, ഒരു എക്സ്പോഷർ എന്തോ കുറഞ്ഞ പോലെ തോന്നൽ. അതുകൊണ്ട് അതിന് വല്ല സ്റ്റോൺ ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് എന്നോട് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ആളുടെ വ്യാഴത്തിൻ്റെ നല്ലൊരു പൊസിഷനാണ് സെക്കൻഡ് ഹൗസിൽ. പക്ഷേ അവിടെ ഒരു ചെറിയൊരു മൈനസ് പോയിന്റ് വന്ന് വ്യാഴമൊക്കെ നല്ലതാണെങ്കിൽ പോലും സൂര്യൻ ഒരു നീചാവസ്ഥ വന്നത് കുട്ടിയുടെ ഒരു 100% പെർഫോമൻസിനെ ബാധിക്കുന്നു. ഇപ്പോൾ സൂര്യൻ നമുക്ക് എപ്പോഴും എക്സ്പോഷർ തരേണ്ടതാണ്, റെക്കഗ്നീഷൻ തരേണ്ട പ്ലാനറ്റാണ്. എല്ലാം ഉണ്ടെങ്കിലും പിതൃഗുണങ്ങൾ തരേണ്ടതാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനകത്തും ചെറിയൊരു മൈനസ് പോയിൻ്റ് ഈ കുട്ടിയിൽ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ അപ്രോച്ച് ചെയ്തിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ഞാനിതിനകത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന സൂര്യൻ നീചാവസ്ഥ നിന്ന് കഴിഞ്ഞാൽ, ഈ 10ാം ഭാവാദി സൂര്യൻ നീചാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ സ്റ്റോൺ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, യൂസ് ചെയ്യാനേ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യത്തിനകത്തും ചില കാര്യങ്ങൾ പരിഹാരങ്ങളില്ല, അത് നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം. അപ്പോൾ ഇതിനകത്ത് പക്ഷേ ഇതിനൊരു സൂര്യൻ നമുക്ക് റോങ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡിയുടെ നഷ്ടപ്പെടും, കുറവായിട്ട് വരും. ഇപ്പോൾ ഒരു കുട്ടിയായതുകൊണ്ടൊന്നും അറിയുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ആക്റ്റീവായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടൊന്നും അറിയുന്നുണ്ടാവത്തില്ല. കുട്ടികൾക്ക് കുറച്ചൊക്കെ സൺലൈറ്റൊക്കെ കിട്ടുമല്ലോ, അവർ കുറേ സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യും. പക്ഷേ രാവിലത്തെ കൃത്യമായിട്ടുള്ള എഴുന്നേക്കൽ, ദിവസം വെളുപ്പിന് എഴുന്നേറ്റുള്ള ശീലം ഈ കുട്ടിയിലൊരു ശീലമാക്കേണ്ടത് അത്യാവശ്യമാണ്. പുറത്തിറങ്ങി മുറ്റത്തങ്ങ് സ്കൂളിൽ പോകുന്ന ദിവസം അത് പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിൽ അവധിയുള്ളപ്പോഴും അല്ലാത്ത ദിവസമൊക്കെ ഒരുപാട് ദിവസങ്ങളിൽ മിക്കവാർക്കും അവധിയൊക്കെ ഉണ്ടല്ലോ, ദിവസങ്ങളെല്ലാം പുറത്തിറങ്ങി ആ സൂര്യപ്രകാശം കിട്ടണം. അത് മസ്റ്റാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ ആരോഗ്യത്തെ കൂടെ ബാധിക്കും. നല്ല ബ്രീത്തിങ് എക്സസൈസുകളും ചെയ്യണം. അതുപോലെയുള്ള അങ്ങനെയുള്ള ചില മോട്ടിവേഷൻ പ്രോഗ്രാംസിന് ഒക്കെ പങ്കെടുത്ത് തന്നെ ഇത് ശരിക്കും സൂര്യ ഉപാസന ഈ കുട്ടിയുടെ ചാർട്ടിൽ ഒരുപാട് പ്രോബ്ലംസ്. സൂര്യ ഉപാസന എന്ന് പറഞ്ഞാൽ സൂര്യനെ കാണുക, നടക്കുക, സൂര്യനെ നോക്കി തൊഴാനൊക്കെ പണ്ട് ആചാര്യന്മാർ പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ ആ സൺലൈറ്റ് പൂർണ്ണമായിട്ടും ഇളം വെയിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഔഷധ ഗുണത്തെ ഓർത്തിട്ടാണ് അവരതങ്ങനെ സംസാരിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. സൂര്യപ്രകാശം വളരെ ചിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വെയിലത്തല്ല കിടത്തുന്നവർ ആൾക്കാർ കണ്ടു. പൂച്ചകളും നായ്ക്കളും ഒക്കെ കണ്ടിട്ടില്ലേ, അവർ കയറി വെയിൽ കായുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ അവർക്ക് പ്രകൃതി ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, പ്രകൃതി ആ ഒരു ഇത് കൊടുത്തിരിക്കുക ബോധം. കൃത്യമായിട്ട് ഒരു വെയിൽ കൊള്ളും. വീട്ടിലൊക്കെ നായും പൂച്ചകളൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവും അത്. അപ്പോൾ അത് കറക്റ്റായിട്ടത് ഫോളോ ചെയ്യണം. ശരിക്കും ഇവർക്ക് സ്റ്റോൺ വരുന്നത് യെല്ലോ സഫയറും പേളുമാണ്. യെല്ലോ സഫയറും പേളും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പോൾ കുട്ടിയാണ്, പിന്നെ യെല്ലോ സഫയർ അല്പം വിലയുള്ള കല്ല്, നല്ല സ്റ്റോൺസിന് സിട്രിൻ എന്ന് പറഞ്ഞ കല്ല്, യെല്ലോ സഫയറിന് പകരമുള്ള സിട്രിന്, പേളിന് പകരം. ഇപ്പോൾ പേള് നമുക്ക് കൾച്ചേർഡ് പേൾസൊക്കെ വില കുറഞ്ഞാൽ കിട്ടും. നമ്മൾ പേൾ ഉപയോഗിക്കണം. ഇത് കുട്ടി പാട്ടുകൂടെ പാടുന്ന കുട്ടിയാണ്. പേൾസ് കണ്ടിന്യൂസ് ആയിട്ട് പാടുന്ന കുട്ടികൾ തൊണ്ട ഒരു ഇതായിട്ട് നിൽക്കുന്ന കുട്ടികൾ, അതായത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർ ചിലപ്പോൾ പേൾസ് ഇട്ടാൽ ചിലപ്പോൾ ഈ തണുപ്പ് കൂടി വന്ന്
അന്നിലും മഴ സീസണിലും മഞ്ഞുകാലത്തുമൊക്കെ ചിലപ്പം ഈ മൂക്കടയാനും തൊണ്ടവേദന ഉണ്ടാകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അത് മറ്റ് മാസങ്ങളിൽ ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും ഇങ്ങനെയുള്ളവർക്ക്. പക്ഷേ ഇതെപ്പോഴും നമ്മളിപ്പോൾ തണുപ്പ് മഞ്ഞുകാലത്ത് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഒരു ജ്യൂസ് അല്ലെങ്കിൽ മിൽക്ക് ഷേക്കും ഒക്കെ നല്ല തണുത്ത സാധനം അടിച്ചാൽ തൊണ്ട പോകും, എത്ര ഹെൽത്തി ആണെങ്കിലും അല്ലേ, സൈനസ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തവർക്ക്. അപ്പോൾ നമ്മൾ വളരെ സസൂക്ഷ്മം നോക്കിയതിന് ശേഷമാണ് ഞാൻ ചന്ദ്രകാന്തത്തിൻ്റെ ചെറിയ കല്ല്, വലിയ കാരറ്റേജ് ഉള്ളതല്ല. അത് കാരണം സൂര്യനും ചന്ദ്രനും നമുക്ക് ഇമ്പോർട്ടൻറ്റ് പ്ലാനറ്റ്സ് ആണ്, നമ്മളെപ്പോഴും എല്ലാ എപ്പിസോഡിലും പറയുന്നുണ്ട്. ഇതിൽ സൂര്യൻ വളരെ മൈനസിൽ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ കല്ലിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് നേരെയാക്കാൻ പറ്റത്തില്ല. സൂര്യൻ്റെ ആ സ്ഥിതിയെ വീണ്ടും നമ്മൾ ട്രിഗർ ചെയ്യാൻ കൊണ്ടത്തില്ല, കാരണം അത് നീചത്തിൽ കിടക്കുക. അവിടെ നമുക്ക് സ്റ്റോൺ ഇട്ട് അതിന് പരിഹാരം ആകുന്നില്ല, വീണ്ടും അത് വഷളാകത്തുള്ളൂ സിറ്റുവേഷൻ. അതിന് പകരം ചന്ദ്രൻ ഇവിടെ പോസിറ്റീവായിട്ട് 11 നിൽക്കുന്നു, ഭാഗ്യാധിപനാണ്. വൃശ്ചിക ലഗ്നത്തിൻ്റെ ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നത് കർക്കിടകം, അത് പോയി 11 നിൽപ്പുണ്ട്. അപ്പോൾ ഈ അമ്മ ആണ് ആ കുട്ടിയുടെ അമ്മയും എന്ന് പറയുന്നതും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബെനിഫിഷ്യലായിട്ടുള്ള ഒരു ആളാണ്. ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് സൂര്യചന്ദ്രന്മാരെ വെച്ച് നോക്കും ചന്ദ്രനാണ് ഇവിടെ ബെനിഫിഷ്യൽ പ്ലാനറ്റ്. അപ്പോൾ ആ 11 നിൽക്കുന്നു, ഒരു പ്രോഫിറ്റ് സൈനിൽ പോയി നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പേളിന് പകരം ചന്ദ്രകാന്തം കൊടുത്തു. ചന്ദ്രകാന്തത്തിന് ഈ പറയുന്ന മൈനസ് പോയിൻറ്റ്സ് കാര്യമായിട്ട് ബാധിക്കത്തില്ല. ചന്ദ്രനെ എൻഹാൻസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് മറ്റ് സൈഡ് എഫക്ട്സ് അതിലില്ല. ആ ഒരു തണുപ്പിൻ്റെ ഒരു പ്രശ്നം ഈ മൂൺ സ്റ്റോൺ ചന്ദ്രകാന്തം ഉണ്ടാക്കുന്നില്ല അല്ലേ? ഓക്കെ. ഗുളിക കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൻ്റെ സിറപ്പ് കൊടുക്കാറില്ലേ അല്ലേ? അതെ അതെ. അപ്പോൾ അത് ഇതെല്ലാം ഇതുമായിട്ട് നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കണം. നമ്മൾ ഇതിനെക്കുറിച്ച് നമുക്ക് സാമാന്യ അറിവുണ്ടായിരിക്കണം, ഗ്രഹങ്ങളെക്കുറിച്ച് സാമാന്യ അറിവുണ്ടായിരിക്കണം. അതെല്ലാം സാധാരണ ഇത് പഠിച്ചിരിക്കുന്ന ആൾക്കാർക്കും അസ്ട്രോളജേഴ്സിനും ഒക്കെ നല്ല ഇതുണ്ട്. പക്ഷെ നമ്മൾ കല്ലുകൾ കൊടുക്കുമ്പം നമുക്കതിനകത്ത് ഈ വക മാനദണ്ഡങ്ങൾ കൃത്യത പാലിക്കണം. ഇപ്പോൾ പേളൊക്കെ ചന്ദ്രൻ്റെ ഒക്കെ നിൽക്കുമ്പോൾ എല്ലാവരും മുത്ത് ധരിച്ചോളാൻ പറയും. ഞാൻ കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ചു, ഞാൻ പ്രായമായവർക്കും കൊടുക്കാറില്ല പേള്. ഈ തണുപ്പിൻ്റെ ഒരു കാര്യം നമുക്ക് നേരത്തെ ഇട്ട് എനിക്ക് 40-45 വയസ്സൊക്കെ ഇട്ടോണ്ട് ഞാൻ പറയും നിങ്ങൾക്ക് ഒരു 50-60 ആകുമ്പോഴത്തേക്കും പേള് മാറ്റിയിട്ട് മൂൺ സ്റ്റോൺ ഇട്ടാൽ മതി എന്ന് പറയും. അപ്പോഴും നമ്മൾ ചന്ദ്രൻ ആ സ്റ്റോണിന് മാറ്റം വരില്ല. ഞാൻ ചെക്ക് ചെയ്യുന്നത് ഗ്രഹനില പ്രകാരമുള്ള സ്റ്റോണ് ലൈഫ് ടൈം അവർക്ക് ത്രൂ ഔട്ട് ലൈഫ് ടൈം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ആ ബർത്ത് ചാർട്ടിനാണ് കറക്ഷൻ ചെയ്യുന്നത്. അല്ലാതെ ഈ കാലഘട്ടം ഇന്ന ദശാകാലം ഇന്ന കല്ല് ധരിച്ചോളൂ, ഭയങ്കര ശുദ്ധമായ മണ്ടത്തരം അത്. ഇന്ന ദശാകാലമാണ് നിങ്ങൾക്ക്, ശനി ദശാകാലമാണ്, ശനിയുടെ കല്ല് ധരിച്ചു. ശനിയൊക്കെ മോശമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ആ ദശാകാലം തന്നെ ടഫ്. പിന്നെ അതിൻ്റെ പുറത്ത് അതിൻ്റെ കല്ലൂടെ ഇട്ടാലോ അത് വീണ്ടും വഷളാണ്. അത് തന്നെ നമ്മൾ പറഞ്ഞു വന്നിരുന്ന ആ ഒരു ചാർട്ടിൻ്റെ ഡീറ്റെയിൽസുകളാണ് പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു 2 വ്യാഴം നിൽക്കുന്നു, അത് നല്ല പൊസിഷനിലാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെ ഒരു മൈനസ് പോയിന്റ് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു മൈനസ് പോയിന്റിനെ നമുക്കൊരു പരിഹാരം ഇല്ല. നമ്മളത് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സൂര്യനെ ഉപാസിക്കുകയും നേരത്തെ എഴുന്നേൽക്കുകയും സൂര്യപ്രകാശം കൊള്ളുകയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. കുട്ടിയുടെ മതം ഭയങ്കര അപ്സെറ്റാണ്. ഇത്രയും കഴിവുള്ള പറയുന്നത് നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്ക്, ഒരു പാടാനും കഴിവില്ലാത്ത കുട്ടികളും ആ കുട്ടിയുടെ കൂടെ പഠിക്കുന്നില്ലേ? അവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കുട്ടി അത്രയും മുന്നിലാണ്, ആ സ്കൂളിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ എല്ലാ മത്സരങ്ങളിലും വിജയം തന്നെ വേണമെന്ന് നമ്മളും വാശി പിടിക്കാൻ പാടില്ല. അത് കൊച്ചിനെ കൂടുതൽ പ്രഷറൈസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളാണ് സമാധാനമായിട്ടിരിക്കേണ്ട ആൾ. നിങ്ങൾ വേണം അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ പല ഘടകങ്ങൾ കൂടിയിട്ട് ഇപ്പം സ്റ്റോൺ എല്ലാത്തിനും പരിഹാരമാണോ? അല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൂടെ ചെയ്താലേ അത് ഓക്കെ ആയിട്ട് വരത്തുള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് വ്യാഴം വളരെ നല്ലൊരു പൊസിഷനിലാണ്. ഈശ്വര അനുഗ്രഹം അവിടെയുണ്ട്. കരിയറിൽ 100%. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സൂര്യ ഉപാസന കൊണ്ട് ആ സൂര്യൻ്റെ ആ ഇത്
കുറച്ച് നമുക്ക് മാറി മാറി വരും. അതിനൊരുപാട് പരിഹാരങ്ങളുണ്ടാകും. നമുക്കിപ്പോൾ അത് ചാനൽ പറയേണ്ട കാര്യമല്ല. ഓക്കെ. അത് പേഴ്സണലായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ വ്യാഴത്തിൻ്റെ രത്നമാണല്ലേ മെയിനായിട്ട് യെല്ലോ സഫയർ. യെല്ലോ സഫയർ എനിക്ക് തോന്നുന്നു കുട്ടികളിലേക്കൊക്കെ പോകുമ്പം അതിൻ്റെ സെമി പ്രീഷ്യസിലേക്ക് പോകുന്നത് എക്സ്പെൻസീവ് ആണ് ഈ ശ്രീലങ്കൻ സഫയറൊക്കെ, സേഫ് അല്ല. അപ്പോൾ ഈ കുട്ടി ഒരു പെർഫോമറും ഒക്കെ എവിടെയെങ്കിലും ഇത് പോയെങ്കിലോ, ഇപ്പോൾ സിട്രിൻ എന്ന് പറഞ്ഞ കല്ല് ഉപയോഗിക്കും. ഒരു 4-5 ക്യാരറ്റ് സിട്രിന്. അതൊരു ചെറിയ, ഞാൻ പറഞ്ഞൊരു ഇതൊരു വെള്ളി മാലയോ അല്ലെങ്കിൽ ഒരു ചരടിനകത്തിട്ടാലും മതി. വിത്ത് മൂൺ സ്റ്റോൺ, ബ്ലൂ മൂൺ സ്റ്റോൺ. പേള് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ പാട്ട് പാടുകയും ആലാപനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കുട്ടിക്ക് ഒരു പേള് കണ്ടിന്യൂസ് ഇട്ടാൽ ചിലപ്പം ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ കയറി വരും. ചന്ദ്രകാന്തവും ഇതും കൂടെ ഒരൊറ്റ സ്റ്റോൺ. ചന്ദ്രകാന്തം തന്നെ ബ്ലൂ ഷീനുള്ള, അപ്പോൾ അത് തിളങ്ങി അതങ്ങനെ കിടക്കും. ഒരു പെർഫോമർ ആകുമ്പോൾ ഒരുപാട് പേരുടെ കണ്ണും നോട്ടമൊക്കെ കിട്ടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ചില ബാൻഡുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാൻഡ്സൊക്കെ ഉപയോഗിക്കാം. ഇത് ഒരു ത്രെഡിനകത്തോ ഒരു ചെറിയ സിൽവർ ചെയിനിലോ ഉള്ളിലിട്ടാൽ മതി. ലൈഫ് ടൈം അത് ഉപയോഗിക്കാം. അതിനുശേഷം കുട്ടി കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ ഈ സ്റ്റോണെല്ലാം നമുക്ക് റിങ്ങിലേക്ക് മാറ്റാം. റിങ്ങിലോട്ട് മാറ്റുന്നത് മാത്രമല്ല, അത് പിന്നീട് അത് തന്നെ ഇൻകം ഉണ്ടാക്കി വരുമാനമാകുമ്പം ഒരു യെല്ലോ സഫയറോടെ മേടിച്ചിടാം. അതോടെ ആഡ് ഓൺ ചെയ്യാം. ഇപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് ചെറിയ ഒരു ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഇതിൽ ആരാണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല ഗുരുക്കന്മാർ, അവരെ തേടി പിടിക്കുക. ഇതിനുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്, കോളേജസ് ഉണ്ട്. അതിൽ നിന്ന് മാക്സിമം നല്ലൊരു ഫാക്കൽറ്റി ആയിട്ട് ഈ കുട്ടിക്ക് മാറാൻ സാധിക്കും. രണ്ടിൽ ഗുരു 100% അത് കേട്ടോ, അല്ലാതെ അതിനകത്ത് 99 അല്ല, 100% ഗുരുസ്ഥാനമാണ്. അപ്പോൾ ആളുടെ ആ മേഖലയെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിഞ്ഞ് അതിൽ തന്നെ ആൾക്കൊരു മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഇതെന്ന് വെച്ചാൽ ഈ ഗ്രഹനിലകൾ ഓരോ ഗ്രഹനിലയും ഡിഫറൻ്റാണ്. ഒരു ദിവസം ജനിക്കുന്ന ആൾക്കാർ എത്രയോ കോടി കുട്ടികൾ ജനിക്കുന്നു. എല്ലാം ഡിഫറൻ്റായിട്ടുള്ള ഗ്രഹനിലകളായിരിക്കും, ഡിഫറൻ്റായിട്ടുള്ള സ്റ്റോൺസ് ആയിരിക്കും, അവർ ഡിഫറൻ്റായിട്ടുള്ള വ്യക്തിത്വമുള്ളവരായിരിക്കും. ലോകത്ത് ജനിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്, എത്രയോ കുട്ടികൾ ജനിക്കുന്നു. അതൊന്നും ഒരുപോലെ ഇന്ന് ഞാൻ ഈ ദിവസം ജനിച്ചു അല്ലെങ്കിൽ ഇന്ന മാസം ജനിച്ചു, അതുകൊണ്ട് ഞാൻ ഇന്ന സ്റ്റോൺ മേടിച്ചിട്ടേക്കാം. ജനറലായിട്ടൊക്കെ ഉള്ള ഒരുപാട് ഇൻഫർമേഷൻസിൽ ആൾക്കാർ സ്റ്റള്ളി മേടിച്ചിടുന്നുണ്ട്. ഭയങ്കര ശുദ്ധമായ മണ്ടത്തരം അത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ചേരും, ചിലപ്പോൾ നിങ്ങൾക്ക് ചേരില്ല. ഈ രീതി നമ്മൾ നോക്കി വിടുന്ന കല്ലുകൾ കൃത്യതയായിരിക്കും. നിങ്ങൾ തന്നിരിക്കുന്ന ടൈം ഓഫ് ബർത്ത് കറക്റ്റ് ആണെങ്കിൽ സ്റ്റോൺ 101% കറക്റ്റ് സ്റ്റോണെ നമ്മൾ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് നമുക്ക് ഈ വ്യക്തിക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൾ പിന്നെ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രത്നങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു നല്ല രത്നങ്ങളിലേക്ക് നാച്ചുറലായിട്ടുള്ള നാച്ചുറൽ രത്നം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രീഷ്യസ് സെമിയുണ്ട്, അത് കുഴപ്പമില്ല. അല്ലാത്ത പ്രീഷ്യസിനകത്താണ് ഹീറ്റിങ്ങും ട്രീറ്റിങ്ങും ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. അതിൽ തന്നെ നമുക്ക് നാച്ചുറൽ കിട്ടിയ ഏറ്റവും ബെസ്റ്റ്. കാരണം അത്രയും നല്ല റെയറായിട്ടുള്ള സംഗതികൾ കുറവായിരിക്കുമല്ലോ, ഇല്ലേ? ഇപ്പോൾ സഫയർ കിട്ടുന്ന നല്ല മൈനുള്ളത് ശരിക്കും പറയുന്നത് ശ്രീലങ്കയിലാണ് നല്ല മൈനുള്ളത്, ശ്രീലങ്കൻ സഫയർ. ആ സഫയർ കിട്ടാൻ ഇപ്പോൾ സ്കേഴ്സിറ്റിയാണ്. സഫയറിന് നല്ല വില കൊടുക്കണം. ഇപ്പം വില കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത്. നല്ല വിലയ്ക്ക് അതിനടുത്ത മാർജിനിൽ വിൽക്കുമ്പോൾ തന്നെ നല്ല വിലയാവും. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, യെല്ലോ സഫയറിൻ്റെ വില പറയാൻ നമുക്ക് മടിയാണ്. ഈക്വൽസ് ടു ഗോൾഡാണ് യെല്ലോ സഫയർ. അപ്പം അതിന് പകരം നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. പ്രത്യേകിച്ച് ആളൊരു ഈ ഒരു ചെറുപ്രായത്തിലേക്ക് അത് തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ മൂൺ സ്റ്റോൺ, അതിൽ ഒരു ബ്ലൂ ഷീനുള്ള ഒരു മൂൺ സ്റ്റോൺ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്.
പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിൻ വൈറ്റ് മൂൺ സ്റ്റോൺ അവൈലബിൾ ആണ്, മിൽക്കി വൈറ്റ് അവൈലബിൾ ആണ്, മൂൺ സ്റ്റോൺ വിത്ത് ബ്ലൂ ഷീൻ, ചെറിയ ഒരു ലൈൻ കിടക്കുന്ന പോലെ തോന്നുന്നു, എവിടെയാണ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് കാണിക്കുമ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് നിൽക്കുന്ന പോലെ പ്ലേ ഓഫ് കളേഴ്സുള്ള കല്ല് എൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ബ്ലൂ മൂൺ സ്റ്റോൺ പറയാം. അത് ബ്ലൂവിനും കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളത്. ആ ബ്ലൂ ശനിയായിട്ട് ബന്ധം. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ആ കുട്ടിക്കിട്ട് 10th ഹൗസിൽ ശനിയാണ് നിൽക്കുന്നത്, എന്നിട്ടാണ് 10th ഹൗസിൻ്റെ അധിപൻ പോയി നീചത്തിൽ പോയി നിൽക്കുന്നത്. അപ്പോൾ ആ ബ്ലൂ കളറുടെ വരട്ടെന്ന് ഓർത്തിട്ട് ഞാൻ ചെറിയ ബ്ലൂ ഷീനുള്ള ചെറിയ മൂൺ സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ലോക്കറ്റായിട്ട് പിള്ളേർ ധരിക്കുമ്പം അധികം ഒരവൽ വരത്തില്ല. കാരണം ഇതൊക്കെ ഒരഞ്ഞ് ഒരവൽ പറ്റും. നമ്മളെവിടെയെങ്കിലും പോയി ഇപ്പോൾ ബസ് യാത്ര ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ അവിടെ ഇവിടെയൊക്കെ മുട്ടിയാൽ ഇതൊക്കെ ഒരഞ്ഞത് കൊണ്ട് കല്ലുകൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം വലിയ കല്ലുകൾ ദളങ്ങൾ തേച്ച് ഉരച്ച ഈ പരുവത്തിലാക്കിയിരിക്കുന്നത്. അത് മൂൺ സ്റ്റോൺ എന്ന് പറയുന്നത് കബോഷൻ കട്ടിങ് ആണ്. കാപ്പിക്കുരു പോലെ തേച്ച് അടിവശം എടുക്കുന്ന ആണ്. പിന്നെ അതുപോലെ തന്നെ ഞാനതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ വൃശ്ചിക ലഗ്നം 2-ൽ വ്യാഴം, വൃശ്ചിക ലഗ്നക്കാരെല്ലാം പോയി വ്യാഴത്തിൻ്റെ സ്റ്റോൺ മേടിച്ചിടരുത് ദൈവത്തെ ഓർത്ത്. വൃശ്ചിക ലഗ്നക്കാർക്ക് ഒട്ടും ചേരാത്ത കല്ല് വ്യാഴമുള്ളവരുടെ ചാർട്ട് എൻ്റെ കയ്യിലിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്തണം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമസ്കാരം.